ഇന്ന് ഇഡലിക്കൊപ്പം ഒരു കടലക്കറിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇഡലി ഉണ്ടാക്കാനായിട്ട് മാവ് തലേന്ന് രാത്രിയിൽ തന്നെ എല്ലാം തയ്യാറാക്കി വെച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് മാവിനൊപ്പം തന്നെ നമ്മൾ അരി അരയ്ക്കുമ്പോൾ അതിനൊപ്പം തന്നെ അരച്ച് വെച്ചിട്ടുള്ളതാണ്. കാരണം നമ്മളിത് കൊത്തിപ്പൊടിച്ചിടുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിൽ അരച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു മണമൊക്കെ അതിന് കിട്ടുകയും ചെയ്യും. ഇതിനൊപ്പം കടലക്കറി ചേരുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സാധാരണ സാമ്പാറും ചട്നിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് കടലക്കറി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഈ കടലക്കറി ഞാൻ ഉണ്ടാക്കിയത്. ഈ ഇഡലി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കടലക്കറിയും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ഉള്ളിയും കടലയും അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ പൊടികളെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അത് താളിക്കാൻ ആവശ്യമായ കടുകും കൊച്ചുള്ളിയും കറിവേപ്പിലയെല്ലാം കൂടെ മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് കടലക്കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇഡലിയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 ഇഡലി എടുത്തിട്ട് കുറച്ച് കടലക്കറിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വളരെ നന്നായിട്ടുണ്ട്. അപ്പം കടലക്കറി ഇഡലിയും നന്നായി ചേരുന്നുണ്ട് കേട്ടോ.